ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവാന്റെ ആദ്യത്തെ പുത്രനെ പറ്റി ആണ് നോക്കിയത്. എല്ലാവർക്കും ആ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജരാസന്ധ യുദ്ധമാണ്. ആരായിരുന്നു ജരാസന്ധൻ? ജരാസന്ധന് എന്തുകൊണ്ടാണ് കൃഷ്ണനോട് ഇത്രയും വലിയ വിരോധം തോന്നാൻ കാരണം? അതാണ് ഇന്ന് നമ്മളൊന്ന് നോക്കുന്നത്. കംസൻ്റെ പത്നിമാരായ അസ്ഥിയും പ്രാപ്തിയും മഗധ രാജാവായ ജരാസന്ധൻ്റെ പുത്രിമാരാണ്. അപ്പം കംസൻ്റെ അമ്മായിയച്ഛനാണ് ആര്? ജരാസന്ധൻ. എത്ര പേർക്ക് അറിയാമായിരുന്നു ഇത്? കമൻറ്റ് ചെയ്യണം. തൻ്റെ മരുമകനെ വസുദേവ കൃഷ്ണൻ എന്ന ഒരു യാദവ ബാലൻ വധിച്ചു എന്നറിഞ്ഞപ്പോൾ അമിത ബലവാനും പരാക്രമിയുമായ ആ മഗധ രാജാവായ ജരാസന്ധന് വലിയ അത്ഭുതമാണ് തോന്നിയത്. 10,000 ആനകളുടെ ബലമുള്ളവനായിരുന്നു ആര്? തൻ്റെ മരുമകനായ കംസൻ. അങ്ങനെയുള്ള ആ ശക്തനെ കേവലം ഒരു യാദവ ചെറുക്കൻ കഴുത്തു ഞെരിച്ചു കൊല്ലുകയോ? എങ്ങനെ അതിന് കഴിയും? വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷേ അശരീരി ഫലിച്ചതായിരിക്കും, അല്ലാതെ അവന് വലിയ ബലമൊന്നും കാണുകയില്ല എന്നൊക്കെ ആര് ചിന്തിക്കുകയാണ്? മഗധ രാജാവായ ജരാസന്ധൻ ചിന്തിച്ചു. എങ്കിലും തൻ്റെ പെൺമക്കളുടെ കണ്ണുനീര് കണ്ടിട്ട് ആ പിതാവ് പ്രതികാരം ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഇല്ലെങ്കിൽ തൻ്റെ പേരിനും പെരുമയ്ക്കും അത് ഹാനികരമായി തീരുമോ എന്ന് മഗധ രാജാവ് ഭയപ്പെട്ടു. കംസൻ വധിക്കപ്പെട്ടു. അതിനുശേഷം മധുരാപുരി രാജ്യം സകല ഐശ്വര്യത്തോടു കൂടി ഉഗ്രസേന മഹാരാജാവ് ഭരിച്ചുകൊണ്ടിരുന്നു. കംസനെ ഭയപ്പെട്ട് അന്യരാജ്യങ്ങളിൽ അഭയം തേടിയിരുന്ന എല്ലാ യാദവന്മാരും തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഒരേ ഒരു ആക്രമണം കൊണ്ട് യദുവംശം മുഴുവനും മുടിച്ച് രാജ്യം പിടിച്ചടക്കി കംസപുത്രന്മാർക്ക് നൽകണം എന്നായിരുന്നു ജരാസന്ധൻ്റെ ആഗ്രഹം. അതനുസരിച്ച് യുദ്ധത്തിൽ തനിക്കു സഹായത്തിനായി അന്നത്തെ പ്രബലന്മാരായ രാജാക്കന്മാരായ സാലൻ, കലിംഗൻ, ഛേദിബൻ, ദന്താവക്ത്രൻ, വിഡൂരഥൻ, ഉലൂകൻ, ശൈബ്യൻ, നരകൻ, വിരാടൻ, പൗണ്ഡ്രുകൻ, ശല്യൻ, യുധാചിത്ത്, രുക്മി, ദ്രുപദൻ, ജയദ്രഥൻ, ശകുനി, സോമദത്തൻ തുടങ്ങിയവരുമായി ജരാസന്ധൻ സഖ്യത്തിൽ ഏർപ്പെട്ടു. അങ്ങനെയാണല്ലോ, ഒരു യുദ്ധമാണ് വരാൻ പോകുന്നത്. അപ്പോൾ തങ്ങളുടെ കൂട്ടത്തിൽ കംസനോട് സ്നേഹമുള്ളവരും എന്നാൽ കൃഷ്ണനോട് എതിർപ്പുള്ളവരുമായ ആളുകളെ കൂടെ കൂട്ടി. സ്വാഭാവികം. ഇത്രയും കാര്യങ്ങളൊക്കെ സാധിച്ചെടുത്തപ്പോഴേക്കും വർഷം 2 കഴിഞ്ഞു. അതിനുശേഷം, അതായത് കംസൻ്റെ മരണത്തിന് ശേഷം 2 വർഷത്തോളം ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെയായി ജരാസന്ധൻ വ്യാപൃതനായി. അതിനുശേഷം ഇനി കൃഷ്ണനുമായി യുദ്ധം ചെയ്യാം എന്ന് ജരാസന്ധൻ തീരുമാനിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും മഗധ രാജാവായ ജരാസന്ധൻ തന്നോട് യുദ്ധം ചെയ്യാനായി മധുരയിലേക്ക് എത്താം എന്ന് കൃഷ്ണൻ ചിന്തിച്ചിരുന്നു. ഒരു ദിവസം ജരാസന്ധനും സഹായികളായ മറ്റ് രാജാക്കന്മാരും അവരുടെ അസംഖ്യങ്ങളായ
ചതുരംഗ സേനകളും എല്ലാവരോടും കൂടി ജരാസന്ധൻ മധുരയെ അവരോധിച്ചു. 23 അക്ഷൗണി പടകളാണ് ആ സേനാ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. എന്താണ് അക്ഷൗണിപ്പട? നിങ്ങൾ മഹാഭാരതം പഠിക്കുന്ന സമയത്തൊക്കെ ഈ അക്ഷൗണിപ്പടയെപ്പറ്റി കേട്ടിട്ടുണ്ടാകും. എന്താണ് അക്ഷൗണിപ്പട? ഒരു അക്ഷൗണിപ്പട, ഒരു അക്ഷൗണി എന്ന് വെച്ചാൽ 21,870 ആനകളും അത്രയും രഥങ്ങളും 65,610 കുതിരകളും 1,09,350 കാലാളുകളും ചേരുന്നതാണ് ഒരു അക്ഷൗണി. ഇങ്ങനെ 23 അക്ഷൗണി പടകളോടുകൂടിയാണ് ജരാസന്ധൻ വെറും ഒരു യാദവ ചെറുക്കനായ കൃഷ്ണനെ ആക്രമിക്കുന്നതിനായി മധുരയിലേക്ക് എത്തിയത്. മധുരാപുരി കോട്ടയുടെ 4 വശവും മഹാസമുദ്രം പോലെ ശത്രുപ്പട വളഞ്ഞു. അത് കണ്ട് യാദവർ പരിഭ്രമിച്ചു. കൃഷ്ണൻ അവരെ സമാധാനിപ്പിച്ചതിനു ശേഷം ആ വമ്പിച്ച ശത്രു സൈന്യങ്ങളുമായി നേരിടാൻ സന്നദ്ധനായി. അപ്പോഴേക്കും മധുരാപുരിയുടെ 4 ഗോപുര ദ്വാരങ്ങളിലും കൂടി, കോട്ടവാതിലുകളിലും കൂടി, 4 കോട്ടവാതിലുകളുണ്ട് 4 വശത്തും. ആ വാതിലുകളിൽ കൂടി ഈ കാലാളുകൾ അകത്തേക്ക് തള്ളിക്കയറുവാൻ തുടങ്ങി. ഈ സമരം മൂലം അനവധി ദുഷ്ടന്മാർ ഈ ഭൂമുഖത്തു നിന്നും അന്തർധാനം ചെയ്യും. ദുഷ്ടനിഗ്രഹമാണ് എൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി എൻ്റെ സാമർഥ്യം ഇവിടെ കാണിക്കേണ്ടി ഇരിക്കുന്നു എന്ന് കൃഷ്ണൻ ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഭഗവാൻ പശ്ചിമ ചക്രവാള സീമയിലേക്ക് ഒന്ന് നോക്കി. അതായത് പശ്ചിമ ദിക്കിലേക്ക്, ആകാശത്തിലെ പശ്ചിമ ഭാഗത്തിലേക്ക് ഭഗവാൻ ഒന്ന് നോക്കി. ആ സമയം വിശിഷ്ടമായ ഒരു തേര്, സുദർശന ചക്രം, കൗമോദകം എന്ന ഗദ, ശാർഗം എന്ന ചാപം, അസ്ത്രമൊടുങ്ങാത്ത ആവനാഴി തുടങ്ങിയ സകല വൈഷ്ണവ ആയുധങ്ങളും ആകാശത്തിൽ നിന്നും താനെ താഴോട്ട് വന്നു. എന്നിട്ട് അവിടെ മറ്റൊരാളും കൂടി പ്രത്യക്ഷപ്പെട്ടു. ആരാണത്? സാരഥിയായ ദാരുകൻ. അങ്ങനെ ആയുധ സമേതനായി കൃഷ്ണൻ രഥത്തിൽ ചാടിക്കയറി. ആയുധങ്ങളെല്ലാം ധരിച്ച് ബലരാമനും മറ്റൊരു തേരിൽ പ്രവേശിച്ചു. യുദ്ധത്തിൽ അതീവ സാമർഥ്യമുള്ള സാത്യകി, ഗദൻ, ഉദ്ധവർ, പ്രസേനൻ, കൃതവർമാവ്, അക്രൂരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള യാദവ സൈന്യം 4 ഗോപുരങ്ങളിലും ധൈര്യത്തോടുകൂടി, ധീരതയോടുകൂടി ശത്രുക്കളോട് ചെറുത്തുനിന്നു. ഏകനായ ലോകനാഥൻ 4 പിരിഞ്ഞു. 4 കൃഷ്ണന്മാരായി 4 ഗോപുര ദ്വാരങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു. അതായത് 4 കോട്ടവാതിലുകളിലും കൃഷ്ണനുണ്ടായിരുന്നു. ഓരോരുത്തരും വിചാരിച്ചു തങ്ങളുടെ കൂടെ കൃഷ്ണനുണ്ടെന്ന്. അങ്ങനെ ഏകനാഥനായ കൃഷ്ണൻ 4 പിരിഞ്ഞ് 4 ഗോപുര ദ്വാരങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് യുദ്ധം ചെയ്തു. ഒരു ഗോപുരത്തിൽ മാത്രമേ കൃഷ്ണനുള്ളൂ എന്ന് വിചാരിച്ചു മറ്റു ഗോപുരങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയും ആയുധധാരിയായ കൃഷ്ണൻ. അങ്ങനെ കൃഷ്ണനെ കണ്ട് ശത്രുക്കൾ ഭയപ്പെട്ടു. രാമകൃഷ്ണന്മാരുടെ ആയുധമേറ്റ് അസംഖ്യം ശത്രുഭടന്മാർ യമപുരി പ്രാപിച്ചു.
പശ്ചിമ ഗോപുര ദ്വാരത്തിൽ വെച്ച് ജരാസന്ധൻ ജനാർദ്ദനനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. എടാ ബാലപ്രായം മാറാത്ത കൃഷ്ണ, നിന്നോട് യുദ്ധം ചെയ്യുവാൻ എനിക്ക് നാണമുണ്ട്. നീയും ഞാനും ഒരു വിധത്തിലും ജോഡിയല്ല എന്ന് ജരാസന്ധൻ വിളിച്ചു പറഞ്ഞപ്പോൾ ബലരാമൻ മുമ്പോട്ട് വന്നു. എന്നിട്ട് ബലരാമനും ജരാസന്ധനും തമ്മിൽ അതിഘോരമായ പോരാട്ടമാണ് പിന്നീട് നടന്നത്. കൃഷ്ണൻ 4 ഗോപുര ദ്വാരങ്ങളിലേക്കും പോയി. ജരാസന്ധനും ബലരാമനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം ആ സമയത്തൊക്കെ നടന്നുകൊണ്ടിരുന്നു. രാമൻ മഗധ രാജാവിൻ്റെ ഗദയും രഥവും തകർത്തു. തൽക്ഷണം മറ്റൊരു തേരിൽ അവൻ ചാടിക്കയറി ബലരാമൻ്റെ നേർക്ക് ഉഗ്രമായ ബാണങ്ങൾ പ്രയോഗിച്ചു. ആ ബാണങ്ങളെ എല്ലാം സംഹരിച്ചുകൊണ്ട് അതീവ ക്രുദ്ധനായി ബലരാമൻ മുമ്പോട്ടടുത്തു. എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന കലപ്പ കൊണ്ട് ജരാസന്ധൻ്റെ തേര് തല്ലിപ്പൊളിച്ച് അവനെ വലിച്ച് നിലത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴച്ചു. അവൻ്റെ ശരീരം മുറിഞ്ഞു, ചോര ഒലിച്ചു. അവനെ നിലത്തിട്ട് ചവിട്ടി വധിക്കുവാനായി ബലരാമൻ കാലുയർത്തിയപ്പോൾ കൃഷ്ണൻ ഓടി വന്ന് തടുത്തു. ജ്യേഷ്ഠ, അവനെ കൊല്ലരുത്. അവനെ കൊല്ലേണ്ടവർ നമ്മളല്ല, അവൻ പൊയ്ക്കോട്ടെ. ഇങ്ങനെ പറയുകയാണ് സാക്ഷാൽ വൈകുണ്ഠപതി. അങ്ങനെ മഗധനെ ബലരാമൻ മോചിപ്പിച്ചു. ജരാസന്ധൻ നാണക്കേടോടുകൂടി എഴുന്നേറ്റ് പിന്തിരിഞ്ഞു നോക്കാതെ ആ യുദ്ധഭൂമിയിൽ നിന്നും ഓടി ഒളിച്ചു. അപ്പോൾ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, അവനെ വധിക്കരുത് എന്ന് വിലക്കിയത് മറ്റൊന്നും കൊണ്ടല്ല ജ്യേഷ്ഠ. അവനെ വധിക്കാനുള്ളവൻ പാണ്ഡുപുത്രനായ ഭീമനാണ്. അതിനുള്ള സമയം വരുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ജരാസന്ധൻ്റെ കൂട്ടുകാരും സഹായികളുമായി വന്ന രാജാക്കന്മാരിൽ പലരും ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർ കൃഷ്ണനുമായി യുദ്ധം ചെയ്തത് അബദ്ധമായി പോയി എന്നുള്ള ചിന്തയോടുകൂടി സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ആ യുദ്ധത്തിൽ ജരാസന്ധന് ഏറ്റവും സഹായികളായി നിന്നവർ വസുദേവ സഹോദരിമാരുടെ പുത്രന്മാരായ ശിശുപാലനും ദന്തവക്ത്രനുമായിരുന്നു. അവരുടെ മാതാക്കൾ പാണ്ഡവ മാതാവായ കുന്തിയുടെ അനുജത്തിമാരാണ്. അനവധി കാലം കുന്തിദേവി സന്താനങ്ങളില്ലാതെ പാണ്ഡുവും ഒരുമിച്ച് ജീവിക്കേണ്ടി വന്നതുകൊണ്ട് അനുജത്തിമാരുടെ മക്കൾ കുന്തിയുടെ മക്കളായ പാണ്ഡവരേക്കാൾ പ്രായം കൂടിയവരായിരുന്നു. ജരാസന്ധൻ ഈ യുദ്ധത്തിൽ തോറ്റു. പക്ഷേ ദേഷ്യം അടങ്ങിയില്ല. മഹാബലിപുത്രനും അസുര സാമ്രാട്ടുമായിരുന്ന ബാണനെ അവൻ്റെ രാജധാനിയായ ശോണിതപുരത്ത് ചെന്നു കണ്ട് കൃഷ്ണനുമായുള്ള യുദ്ധത്തിൽ തന്നെ സഹായിക്കണം എന്ന് ജരാസന്ധൻ അഭ്യർത്ഥിച്ചു. കൃഷ്ണൻ ദേവപ്രിയനായതുകൊണ്ട് തൻ്റെ ശത്രു എന്നുള്ള നിലയിൽ ജരാസന്ധനെ സഹായിക്കാം എന്ന് ആ അസുര രാജാവ് സമ്മതിച്ചു. അതനുസരിച്ച് തൻ്റെ സേനാനായകന്മാരായ കുംഭാണ്ഡൻ്റെയും കൃപകർണൻ്റെയും നേതൃത്വത്തിൽ ലക്ഷം കാലാൾ പടയോടുകൂടിയ ഒരു വലിയ അസുരപ്പടയെ മഹാബലിയുടെ പുത്രനായ ബാണൻ ജരാസന്ധന് സഹായമായി മഗധയിലേക്ക് അയച്ചു കൊടുത്തു. ആ അസുരസേനയും ഒരുമിച്ച്
ആദ്യത്തെ യുദ്ധം കഴിഞ്ഞു 3 മാസത്തിനു ശേഷം ജരാസന്ധൻ വീണ്ടും പഴയതിനേക്കാൾ വിപുലമായ പടസന്നാഹങ്ങളോടും കൂടി മധുരാപുരി ആക്രമിച്ചു. ആ പോരാട്ടത്തിനിടയിൽ കൃഷ്ണൻ തനിച്ച് അവരോട് യുദ്ധം ചെയ്ത് അവരെ നിശേഷം തോൽപ്പിച്ചു. ആ യുദ്ധത്തിലും ധാരാളം അസുരന്മാർ മരിച്ചു. പക്ഷേ കൃഷ്ണൻ ജരാസന്ധനെ കൊന്നില്ല. യാദവ സേനാ നായകനായ സാത്യകിയുടെ പ്രഹരങ്ങളേറ്റ് കുംഭാണ്ഡനും കൃപകർണനും ഓടിയൊളിച്ചു. ആ സമരത്തിലും മഗധ രാജാവായ ജരാസന്ധൻ പരാജയപ്പെട്ട് കൃഷ്ണന്റെ മുമ്പിൽ നിന്നും ഓടി ഒളിച്ചു. കൃഷ്ണൻ ജരാസന്ധനെ വധിക്കാതിരുന്നതിൻ്റെ കാരണം ജരാസന്ധനെ വധിക്കേണ്ടത് താനല്ല എന്ന ബോധം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ജരാസന്ധന് എന്തുകൊണ്ടാണ് കൃഷ്ണനോട് ഇത്രയും ദേഷ്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കംസനും ജരാസന്ധനുമായുള്ള ബന്ധം എന്താണ് എന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇങ്ങനെയൊരു ബന്ധം ജരാസന്ധനും കംസനുമായി ഉണ്ടായിരുന്നതായി നിങ്ങൾക്ക് ഇതിനു മുമ്പ് അറിയാമായിരുന്നോ? എത്ര പേർക്ക് അറിയാമായിരുന്നു? നിങ്ങൾ കമൻ്റ് ഇടണം. അതുപോലെ തന്നെ ഇന്ന് ഈ കഥയിൽ നമ്മൾ പറഞ്ഞ കുറേ പേരുകളുണ്ട്. മഹാബലിയുടെ പുത്രൻ, അതുപോലെ ജരാസന്ധൻ്റെ പുത്രിമാർ, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യവും പറയണം. എന്നും ഭഗവാന്റെ കഥകൾ നിങ്ങൾ കേൾക്കണം. എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. നാമം ജപിക്കണം. നാമജപം നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കുക. അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാന്റെ കഥകൾ വീണ്ടും വീണ്ടും പല ആവർത്തി കേട്ടുകൊണ്ടേയിരിക്കുക. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ചിട്ടാണോ ഈ കഥകൾ കേൾക്കുന്നത്? അതോ നമ്മുടെ മാധവം ചാനലിൽ നിങ്ങൾ കയറിയിട്ട് അതിലിരിക്കുന്ന വീഡിയോസ്, അതിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളെടുത്ത് കാണുകയാണോ? എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ആ കാര്യം ഒന്ന് പറയണം, അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കണുണ്ട്. ആ ബെല്ലൈക്കണിൽ നിങ്ങളൊന്ന് അമർത്തി കഴിയുമ്പം ഓൾ എന്ന ബട്ടണാണോ അതിൽ എനേബിളായി കിടക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കണം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം പേർക്ക് നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലും സാരമില്ല, നിങ്ങൾ ചാനൽ കയറി നോക്കുക. നിങ്ങൾക്കത് നോക്കാൻ അറിയാമോ? അക്കാര്യം ഒന്ന് പറയുക. അതുപോലെ ഈ നോട്ടിഫിക്കേഷൻ വരാത്തതിൻ്റെ കാരണം ചിലപ്പോൾ ഈ ഓൾ എന്ന് അമർത്താത്തത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പുതിയ ചില പരിഷ്കാരങ്ങളൊക്കെ യൂട്യൂബ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് നമ്മൾ ഒരു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങളത് കണ്ടില്ല, നിങ്ങൾ മാറ്റിപ്പോവുകയാണ്, പിന്നീട് കാണാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ പിന്നീട് യൂട്യൂബ് ആ നോട്ടിഫിക്കേഷൻ തരത്തില്ല എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നു. എന്താണോ അതിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചാനലിൽ കയറിയിട്ട് നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും നിങ്ങൾ ചാനലിൽ കയറിയിട്ട് നോക്കണം. കാരണം എല്ലാ ദിവസവും നമ്മൾ കഥകളും അതുപോലെ തന്നെ മിക്ക ദിവസങ്ങളിലും ഭഗവത്ഗീതയും ഒക്കെ തന്നെ നമ്മൾ ഇടുന്നുണ്ട്. ഭഗവാന്റെ കഥകളല്ലേ, അത് എല്ലാവരും കേൾക്കണം. അങ്ങനെ കേട്ട് നമ്മൾ ആ ഒരു ഭക്തി മാർഗത്തിലേക്ക് എത്തണം. എങ്കിൽ മാത്രമേ ഈ ദുരിതങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാനുള്ള മാനസികമായ കരുത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. അത് നാമജപത്തിൽ കൂടി മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത്, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് നാമം ജപിക്കാനായിട്ട്. കാരണം നേരായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. നമ്മുടെ വഴി തെറ്റിപ്പോകരുത്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ചു നടക്കാൻ പറ്റില്ല. ഇത് ജീവിതമാണ്. അതുകൊണ്ട് നേരായ വഴി കാണിച്ചു തരണേ എന്ന് നിരന്തരം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യവും ഒക്കെ തന്നെ നിങ്ങൾ കമൻ്റ് ഇടണം.
കമൻ്റ് ഇട്ടാലേ എനിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.